വൈകുന്നേരം ചായക്ക് എന്ത് കഴിക്കാൻ ഉണ്ടാക്കും എന്നാലോചിച്ചപ്പോഴാണ് അട ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചത്. കുറച്ച് നാളായിട്ടോ അട ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതിനെ ഇലക്കൊന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയതാണ്. പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് ഒന്ന് രണ്ട് വാഴ അങ്ങനെ കുലച്ച് നിൽക്കുന്ന കണ്ട്. ഇത് അടുത്ത ദിവസത്തിന് ഉപ്പേരിക്കുള്ളതാണ് കേട്ടോ. ഈ എന്താ പറയുക, വാഴക്കൂമ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാഴക്കൂമ്പ്. അപ്പോൾ ഇലയൊക്കെ പൊട്ടിച്ചെടുക്കുകയാണ്. ഇല അത്യാവശ്യമൊക്കെ ഉണ്ട്, പക്ഷേ കുറച്ച് ഹൈറ്റിലാണെന്ന് മാത്രം. അപ്പോൾ പൊതുവേ എനിക്ക് ഗോതമ്പിൻ്റെ അടയാണ് കൂടുതലിഷ്ടം. അതന്നെ ചുട്ടത്. കാരണം വെച്ചാൽ ചെറുപ്പം മുതൽ ഉമ്മ അധികം ഗോതമ്പിൻ്റെ അടയാണ് വീട്ടിലുണ്ടാക്കുക, ചുട്ട അട. അപ്പോൾ എനിക്കധികം ഇഷ്ടം ചുട്ട അടയാണ് ഗോതമ്പിൻ്റെ. അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും ചുട്ട അടയല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് അരിപ്പൊടി വെച്ചിട്ടൊന്ന് ആവി കയറ്റിയിട്ട് അങ്ങനത്തെ ടൈപ്പ് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇലയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്ത്, ആവശ്യമുള്ള ഇല മാത്രം ഒന്ന് പൊട്ടിച്ചെടുത്ത് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതിയല്ലോ, പിന്നെ വേണമെങ്കിൽ എടുക്കാമെന്നുള്ളതുകൊണ്ട്. എന്നിട്ട് ഞാൻ തേങ്ങ ഒന്ന് പൊളിച്ചെടുക്കുകയാണ്. കാരണം തേങ്ങ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതൊന്ന് പൊളിച്ചെടുക്കുകയാണ്. അപ്പോൾ തേങ്ങ ഉണങ്ങിയിട്ട് നല്ല പണിയാണ് പൊളിക്കാൻ. പിന്നെ എല്ലൊക്കെ ഒന്ന് കഴുകി മാറ്റി വെച്ച്, അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടും നമുക്ക്. ഈ മാവൊക്കെ കുഴച്ച് ഇതൊക്കെ ഫില്ലിങ്ങൊക്കെ റെഡിയാക്കുന്ന സമയത്ത് തേങ്ങ ഒക്കെ ചിരകിയെടുത്ത് ഫില്ലിങ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് ശർക്കര ഒക്കെ ഒന്ന് ഉരുക്കി. അപ്പോൾ ഞാൻ അധികം ശർക്കര വെച്ചിട്ടാണ് കേട്ടോ അട ഉണ്ടാക്കുന്നത്. എനിക്ക് ശർക്കരയുടെ അടയാണ് കൂടുതലിഷ്ടം, ശർക്കരയുടെ ഫില്ലിങ് ഉള്ളത്. ചില ആൾക്കാർക്ക് പഞ്ചസാര വെച്ചിട്ടുള്ള ഇഷ്ടം, എനിക്ക് ശർക്കര വെച്ചിട്ടാണ് കേട്ടോ കൂടുതലിഷ്ടം. അപ്പോൾ മാവൊക്കെ ഒന്ന് എന്താ പറയുക, ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അരിപ്പൊടി വെച്ചിട്ടാണ് ഞാൻ ഇപ്രാവശ്യം അട ഉണ്ടാക്കുന്നത്. അപ്പോൾ അരിപ്പൊടി വെച്ച് അട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഈ ശർക്കരയും തേങ്ങയൊക്കെ ഒന്ന് എന്താ പറയുക, ഈ വിളയിച്ചിട്ട് എടുക്കുന്ന നല്ലത്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു മധുരമൊക്കെ അധികം വെള്ളത്തിൽ ഇങ്ങനെ പോകുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ പുഴുങ്ങിയെടുക്കുന്ന എന്താണെങ്കിലും അട, കൊഴുക്കട്ട എന്താണെങ്കിലും, അല്ല ചുട്ടെടുക്കുന്നതിൽ നമുക്ക് ഇതേപോലെ സാധാ പോലെ എന്താ പറയുക, ശർക്കരയും തേങ്ങ ഒന്ന് കുഴച്ചിട്ടെടുത്താലും കുഴപ്പമില്ല. പിന്നെ ഞാനെല്ലാം ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റൊക്കെ മതിയാവും. പിന്നെ നന്നായി ചൂടാറിന് ശേഷം മാത്രം എടുക്കട്ടെ, അല്ലെങ്കിൽ ഒന്ന് പൊട്ടിപ്പോയിൻ്റെ ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിട്ട് ഈ ചുരിദാറിൻ്റെ ലിങ്ക് വേണ്ടവർ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നല്ല ഒരു ടോപ്പാണ് കേട്ടോ, ഞാൻ ഫ്ലിപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ചായയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ കട്ടൻ ചായയാണ് ഇടയ്ക്ക് കൂടുതൽ ടേസ്റ്റെങ്കിൽ കൂടി ഞാൻ ഇന്ന് പാൽച്ചായ ഉണ്ട്. ഞാൻ പൊതുവേ വൈകിട്ട് പാൽച്ചായയാണ് കുടിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് പാൽച്ചായ ഉണ്ടാക്കി. അപ്പോൾ ചായയൊക്കെ കുടിച്ച് അടക്ക കൂട്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? അപ്പോൾ എല്ലാവരും അടക്കം ഉണ്ടാക്കി ചായയൊക്കെ കുടിക്കുന്നേ.